BDJയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ വന്നിട്ടുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിൻ്റെ വർക്കിന് പോയ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJ സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJന്റെ ഒരു ഭാഗം ആളുകൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. ഈ സാധാരണ BJPയുടെ നിലപാടുണ്ടല്ലോ, മത്സരിക്കേണ്ട അവിടെ സ്വാധീനമില്ല, അങ്ങനെ ഒരു നിലപാട് രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന നിലപാടാണോ? അല്ല, അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. കാര്യം അങ്ങനെ ഒരു പ്രഖ്യാപനമോ ഇത് വന്നിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BDJ സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചത്, കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചാളുകൾ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രിപ്പറേഷനായിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം ഈ പറയുന്ന കോൺഗ്രസും LDF UDFുമായിട്ടുള്ള ഒരു പാട്ടമലി ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഭരണ തുടർച്ച എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിയും മറ്റൊരു സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നിൽക്കുമ്പോൾ അവരുടെ വലിയൊരു മത്സരം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് പോയി ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് BDJന്റെ ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. NDAയുടെ എന്താണെന്നുള്ളത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. ഇല്ല, ഒന്നും നടന്നിട്ടില്ല. അല്ല, അങ്ങനെയല്ല. കാരണം ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്. കാരണം ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ എല്ലാവരും പറഞ്ഞ അവരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. രണ്ടഭിപ്രായമുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് പ്രസിഡന്റായിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് തീരുമാനം എടുക്കാനും. അങ്ങനെയാണ് BDJന്റെ ഡിസിഷൻ ഉള്ളത്. ഇനിയിപ്പോൾ NDAയുടെ മീറ്റിംഗ് നടന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നുള്ള ധാരണ ഉണ്ടാവും. ഞങ്ങൾക്ക് ഏറ്റെടുക്കുന്നതിന് അങ്ങനെ പ്രശ്നമുള്ള ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എല്ലാവരും പഞ്ചായത്ത് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് പരമാവധി സമയം അതിലേക്ക് ചെലവാക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടുതലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു ഭാഗം ആളുകൾ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഏതായാലും NDAയുടെ മീറ്റിംഗ് കഴിയാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. അല്ല, ജയിക്കുന്നല്ല, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയാം. അത്രേ ഉള്ളൂ. കാരണം ജയിക്കുന്നുള്ള ധാരണയില്ല. കാരണം അവിടെ ജയിക്കുന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ. ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. LDFിലും ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, അവർക്ക് ആശയക്കുഴപ്പത്തിന്റെ പ്രശ്നമുണ്ട്. അതായത് അൻവറിന്റെ പ്രശ്നം LDFിനാണെങ്കിൽ സ്ഥാനാർത്ഥി കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു മത്സരം ഉണ്ടാകാനായിട്ട് സാന്നിധ്യം അല്ല, ത്രികോണ മത്സരം ശക്തമായ ഉണ്ടാകും. ഒരു മത്സരം ഉണ്ടാകുന്ന കാര്യം തർക്കമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങൾക്ക് BDJ സംബന്ധിച്ചോളം ഞങ്ങൾ മറ്റൊരു വർക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മത്സരിച്ചിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ആളുകളെല്ലാം ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഫൈനൽ തീരുമാനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ NDAയുമായിട്ടൊരു മീറ്റിംഗ് കൂടാതെ ഞാൻ പറയുന്നത് ശരിയല്ലോ. അത് 2 ദിവസം UDFും അൻവറും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് BDJ അല്ലെങ്കിൽ NDA മത്സരിച്ച് അത് ഗുണം ചെയ്യുന്ന കരുതുന്നുണ്ടോ? അത് അൻവറിന് അവിടെ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് LDFന്റെ വോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത്. അതിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പം LDFനും സംബന്ധിച്ചുള്ള അതൊരു വലിയ, അല്ലെങ്കിൽ അൻവർ ഒരു വലിയ ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ. കാരണം ഇതൊക്കെ പൊളിറ്റിക്സ് ആണല്ലോ, ഒരു വ്യക്തി മാത്രമല്ലല്ലോ. കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന 10,000, 2,000, 5,000 വോട്ട് പരമാവധി ഉണ്ടാകാം. പക്ഷെ മറ്റുള്ള വോട്ട് പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടല്ലേ. BDJസിനൊരു സ്ഥാനാർത്ഥി അവിടെ വെക്കാൻ കഴിയും. കാരണം ഈ ഇപ്പം NDA പറഞ്ഞാൽ പോലും അതിന് മറ്റൊരു മുഖം BDJസിന് അവിടെ ഉണ്ടോ? അവിടെ ഇഷ്ടംപോലെ മുഖങ്ങൾ ഞങ്ങളുടെ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, സംഘടനയിലുള്ളവരുണ്ട്. അവർക്ക് വയ്ക്കുന്നതിനൊക്കെ ഒരുപാട് ആളുകൾ. അതൊന്നും ഭയങ്കര പ്രശ്നമുള്ള കാര്യമില്ല. NDAയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാര്യം ആ പഞ്ചായത്ത് തലം മുതലുള്ള കമ്മിറ്റികളെല്ലാം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള നിയോജകമണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികളെല്ലാം അതിന്റെ മീറ്റിങ്ങുകളെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിന് നേരത്തെ അങ്ങനെ ലിസ്റ്റ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. അത് ഇപ്പം അദ്ദേഹവും അല്ലെങ്കിൽ മുമ്പിരുന്നവരും എല്ലാവരും വേണ്ട പരിഗണന എല്ലാം തന്നിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ പല കോർപ്പറേഷനും പല വകുപ്പുകളും ഞങ്ങളുടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും എല്ലാ പ്രസിഡന്റുമാരായിട്ടും വളരെ അടുപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയ രാജീവ്ജി വന്ന ശേഷവും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. അത് കുറെ കൂടെ പ്രൊഫഷണലായിട്ട് കാര്യം ചെയ്യുന്ന ആള് എന്നുള്ളൊരു വ്യത്യാസം നമുക്കറിയാമല്ലോ. കാര്യം കേരള പൊളിറ്റിക്സിലുള്ള മറ്റുള്ള പൊളിറ്റീഷ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് അദ്ദേഹം.